ഗ്രീൻ സ്കാപ്പുലർ ഞാൻ എങ്ങനെ കണ്ടെത്തിയെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അവളുടെ ഇമ്മാക്കുലേറ്റ് ഹൃദയത്തോടുള്ള യഥാർത്ഥവും ആർദ്രവുമായ സ്നേഹം പ്രചരിപ്പിക്കാനും അവളോടുള്ള എന്റെ കടം വീട്ടാനുമുള്ള എന്റെ ഒരേയൊരു മാർഗമാണിത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ്, പെൻസിലിൻ ഉപയോഗത്തിൽ വരുന്നതിനു മുമ്പ്, ന്യൂമോണിയ ബാധിച്ച് ഞാൻ വളരെ രോഗിയായി ഒരു ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു. എനിക്ക് രക്തസ്രാവം തുടങ്ങി. അവസാന ആശ്രയമായി ശസ്ത്രക്രിയ നടത്താൻ ഡോക്ടർമാർ തീരുമാനിച്ചു. അപ്പോൾ ഒരു ചെറിയ കന്യാസ്ത്രീ എന്റെ മുറിയിലേക്ക് വന്നു. അച്ഛാ, ദൈവമാതാവിൽ, പ്രത്യേകിച്ച് അവളുടെ ഇമ്മാക്കുലേറ്റ് ഹൃദയത്തിൽ നിങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സുഖം പ്രാപിക്കാൻ കഴിയും. എങ്ങനെ, സിസ്റ്റർ? ഗ്രീൻ സ്കാപ്പുലറിലൂടെ. അതെന്താണ്? 4 വർഷങ്ങൾക്ക് മുമ്പ്, പിതാവേ, എനിക്ക് കാൻസർ ശസ്ത്രക്രിയ നടത്തി. അതിൽ ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നു. അവർ എന്നെ അടച്ചുപൂട്ടി മരിക്കാൻ അയച്ചു. പിന്നെ ഞാൻ ഔവർ ലേഡി ഓഫ് ദി ഗ്രീൻ സ്കാപ്പുലറിനോട് പ്രാർത്ഥിച്ചു. മരിക്കാൻ കാത്തിരുന്ന് മടുത്തു. ജോലിയിലേക്ക് മടങ്ങി. എനിക്ക് സുഖം പ്രാപിച്ചു. പിതാവേ, ഞാൻ നിങ്ങൾക്ക് ഒരു സ്കാപ്പുലർ തരണോ? ദയവായി, സഹോദരി. അതോടെ അവൾ എന്റെ തലയിലൊന്നു വച്ചു. എന്നിൽ വലിയ ആത്മവിശ്വാസം നിറഞ്ഞു. രക്തസ്രാവം നിലച്ചു. 2 ദിവസത്തിനു ശേഷം, എക്സ്റേ മുറിയിൽ, രക്തസ്രാവം എപ്പോൾ നിലച്ചു എന്ന് അവർ എന്നോട് ചോദിച്ചു. 2 ദിവസത്തിനുള്ളിൽ അത് ഭേദമായെന്ന് ഞാൻ മറുപടി നൽകിയപ്പോൾ, അവർ വലിയ ആശ്ചര്യം പ്രകടിപ്പിച്ചു. 6 മാസമായി ഭേദമായ ഒരു മുറിവുണ്ട്, മറ്റൊരു പാടും നിങ്ങൾക്കില്ല. ഇന്ന് ആ മുറിവുകൾ പോലും ഇല്ലാതായി. അവളുടെ വിമലഹൃദയത്തോടുള്ള വീട്ടാനാവാത്ത കടത്തെക്കുറിച്ച് ഞാൻ പറയുന്നതിൽ അതിശയിക്കാനില്ല. അതിനുശേഷം ഈ ഭക്തി വളർത്താൻ ഞാൻ സാധ്യമായതെല്ലാം ചെയ്തിട്ടുണ്ട്. എന്റെ വലിയ സന്തോഷത്തിനും അത്ഭുതത്തിനും കാരണമായി, ഗ്രീൻ സ്കാപ്പുലറിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചവർ എന്നെക്കാൾ തീക്ഷ്ണയുള്ളവരായി മാറിയിരിക്കുന്നു. മറിയയുടെ ഈ പുതിയ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിനും ആത്മവിശ്വാസത്തിനും തുല്യമായ ഒരാളെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. മെയ് മാസത്തിൽ, ബുധനാഴ്ചത്തെ ആരാധനകളിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ടൊറന്റോയിലെ സെന്റ് പാട്രിക്സിന്റെ റെക്ടറോട് അനുവാദം ചോദിച്ചു. എന്റെ കയ്യിൽ 1000 ഗ്രീൻ സ്കാപ്പുലറുകളുണ്ടായിരുന്നു. പക്ഷേ 30-ലധികം ആവശ്യപ്പെടുമെന്ന് ആരും കരുതിയില്ല. ആദ്യ ദിവസം രാവിലെ 1000 എണ്ണം തീർന്നു. ഞങ്ങൾ അവ വിതരണം ചെയ്ത മുറി വളരെ തിരക്കിലായിരുന്നു. ആരെങ്കിലും പരിക്കേൽക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ബാക്കിയുള്ള ദിവസം എല്ലാ വശങ്ങളിൽ നിന്നും കൂടുതൽ പണം ആവശ്യപ്പെട്ട് എന്നെ ഉപരോധിച്ചു. മണ്ടത്തരമായി, എനിക്കുണ്ടായിരുന്നത് ഞാൻ കാണിച്ചുകൊടുത്തു. അത് പെട്ടെന്ന് എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു. സിസ്റ്റർ ജസ്റ്റിൻ ബിസ്ക്യൂബറുവിന്റെ കഥയാണ് ഗ്രീൻ സ്കാപ്പുലർ. ആദ്യകാല ജീവിതത്തിൽ അനാഥയായിരുന്ന അവളെ ഒരു ധനിക ബന്ധു ദത്തെടുത്തു. അയാൾ അവളുടെ സമ്പത്ത് ഉപേക്ഷിച്ചു. അവളുടെ ഏറ്റവും വലിയ സന്തോഷദിനം 1839 നവംബർ 27 ആയിരുന്നു. പാരീസിലെ സെന്റ് വിൻസെന്റ് ഡി പോളിന്റെ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റിയുടെ നോവിഷ്യതിൽ അവൾ പ്രവേശിച്ചത്. മതപരമായ അവരുടെ സഹോദരിമാർ മേരിലാൻഡിലുണ്ട്. കണ്ടുമുട്ടിയ എല്ലാവരിലും സ്നേഹവും അനുകരണവും പ്രചോദിപ്പിച്ച ഒരു സിസ്റ്ററിന്റെ കഥ ഞാൻ പറയുന്നതിനേക്കാൾ നന്നായി അവർക്ക് നിങ്ങളോട് പറയാൻ കഴിയും. വത്തിക്കാനിൽ തടവിലാക്കപ്പെടുന്നതിന് മുമ്പുള്ള ഇരുണ്ട ദിവസങ്ങളിൽ പയസ് 9 മാർപ്പാപ്പയുടെ വിശ്വസ്തയായിരുന്ന ഒരാൾ, വടക്കേ ആഫ്രിക്കയിലെ മുഹമ്മദിയരുടെ ആരാധനാപാത്രമായിരുന്ന ഒരാൾ, ക്രിമിയയിലെ യുദ്ധക്കളങ്ങളിൽ പ്രശസ്ത ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ പ്രശംസാപൂർവമായ അനുകരണത്തിന്റെ സ്വീകർത്താവ്. തന്റെ വ്യക്തിത്വം അജ്ഞാതമാക്കാൻ അവർ നടത്തിയ വലിയ ശ്രമങ്ങൾ, അവളുടെ രഹസ്യം എങ്ങനെ വെളിപ്പെടുത്തിയെന്ന് അവർക്ക് നിങ്ങളോട് പറയാൻ കഴിയും. ദൈവമാതാവ് തന്റെ എല്ലാ സൗന്ദര്യത്തിലും യുവ നോവിസിന്റെ മുമ്പാകെ നിൽക്കുകയും സ്കാപ്പുലർ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നതുവരെ വീണ്ടും വീണ്ടും മടങ്ങുകയും ചെയ്യുന്നതിന്റെ വിവരണം അവർ ആവർത്തിക്കും. ഏതൊരു പുരോഹിതനും സ്കാപ്പുലർ ചുമക്കുകയോ ധരിക്കുകയോ ചെയ്യാം. ഒരാളുടെ മുറിയിൽ പോലും ഉപേക്ഷിക്കാം എന്ന് യുവ സിസ്റ്ററിനോട് പറയുന്നു. തന്റെ പുത്രനെ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള പരിവർത്തനമാണ് ഈ സ്കാപ്പുലറിന്റെ പ്രത്യേക ശക്തി. പ്രാർത്ഥന. മറ്റൊരാളെ അനുകൂലിച്ച് പറയാൻ കഴിയുന്നത് ഇതാണ്: മറിയയുടെ വിമല ഹൃദയമേ, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കണമേ. 1830-ൽ സിസ്റ്റർ കാതറിൻ ലാബോറിന് അദ്ഭുത മെഡൽ ലഭിച്ചതിന് 10 വർഷത്തിനുശേഷം, വാഴ്ത്തപ്പെട്ട അമ്മ ഗ്രീൻ സ്കാപ്പുലർ ഓഫ് ദി ഇമ്മാക്കുലേറ്റ് ഹാർട്ട്, സെന്റ് വിൻസെന്റ് ഡി പോളിന്റെ ചാരിറ്റിയുടെ മകളായ സിസ്റ്റർ ജസ്റ്റിൻ ബിസ്ക്യൂബുരുവിന് ഏൽപ്പിച്ചു. സ്കാപ്പുലർ ഉപയോഗിക്കുന്ന രീതി വാഴ്ത്തപ്പെട്ട കന്യക സൂചിപ്പിച്ചു. ഇത് ഒരു സാഹോദര്യത്തിന്റെ ബാഡ്ജ് അല്ല, മറിച്ച് ഒരു തുണിയിൽ ഘടിപ്പിച്ച് ഒരു ചരടിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഇരട്ട ചിത്രമായതിനാൽ നിക്ഷേപം ആവശ്യമില്ല. ഒരു പുരോഹിതൻ അത് അനുഗ്രഹിക്കുകയും അത് ആർക്കുവേണ്ടിയാണോ ഉദ്ദേശിക്കുന്നത് അവർ ധരിക്കുകയും ചെയ്താൽ മതി. ഇത് വസ്ത്രത്തിലോ കിടക്കയിലോ മുറിയിലോ വയ്ക്കാം. സ്കാപ്പുലറിന്റെ മറുവശത്തുള്ള ഹൃദയത്തെ ചുറ്റിപ്പറ്റിയുള്ള ലിഖിതം മാത്രമാണ് ഏക പ്രാർത്ഥന.
മറിയത്തിന്റെ വിമല ഹൃദയമേ, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കണമേ. അത്ഭുതകരമായ കൃപകൾ ലഭിക്കുന്നുണ്ടെങ്കിലും അത് നൽകുന്ന ആത്മവിശ്വാസത്തിന് ആനുപാതികമാണ് അവ. 1863 ലും 1870 ലും പോപ്പ് പയസ് 9 ഗ്രീൻ സ്കാപ്പുലർ 2 തവണ അംഗീകരിച്ചു. ഈ നല്ല സഹോദരിമാർക്ക് ഇത് നിർമ്മിക്കാനും വിതരണം ചെയ്യാനും ഞാൻ അധികാരപ്പെടുത്തണമെന്ന് എഴുതുക. ഗ്രീൻ സ്കാപ്പുലറിന് കാരണമായ മതപരിവർത്തനങ്ങളുടെയും രോഗശാന്തികളുടെയും റിപ്പോർട്ടുകൾ, സമയം, സ്ഥലം, വ്യക്തികൾ എന്നിവയുടെ വിശദാംശങ്ങൾക്കൊപ്പം മരിയൻ സെന്റർ, വിലാസം താഴെ ഡോട്ടേൽസ് ഓഫ് ചാരിറ്റി എന്ന വിലാസത്തിലേക്ക് അയക്കണം. നിഹിൽ ഒബ്സ്റ്റാറ്റ്, E.A. സെർണി, SS, ACTD. സെൻസർ ലിബ്രോറം, ഇംപ്രിമാറ്റൂർ, ലോറൻസ് കർദിനാൾ ഷെഹാൻ, D.D. ബാൾട്ടിമോർ ആർച്ച് ബിഷപ്പ് 1962 സെപ്റ്റംബർ 18. വിലാസം: മരിയൻ സെന്റർ, സെന്റ് ജോസഫ്സ് പ്രൊവിൻഷ്യൽ ഹൌസ് 333 S, സെറ്റൺ അവന്യൂ, എമിറ്റ്സ്ബർഗ്, മേരിലാൻഡ് 21727. ആചാരങ്ങൾ: 1. സ്കാപ്പുലർ ധരിക്കുകയോ കൊണ്ടുപോകുകയോ ചെയ്യുക. 2. മറ്റൊരാളെ സഹായിക്കാൻ അത് അവരുടെ സമീപത്ത്, അതായത് അവരുടെ മുറിയിൽ വയ്ക്കുക. 3. കുറഞ്ഞത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കണമേ. 4. പ്രാർത്ഥന തനിക്കുവേണ്ടിയും അത് നൽകപ്പെട്ട ഓരോ വ്യക്തിക്കുവേണ്ടിയും പ്രത്യേകം ചൊല്ലണം, അവർ സ്വയം പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ. 5. ഒരു തരത്തിലുള്ള അംഗത്വവും ആവശ്യമില്ല, എന്നാൽ ഓരോ സ്കാപ്പുലറും ഒരു പുരോഹിതൻ അനുഗ്രഹിക്കണം, കൂദാശകളുടെ പൊതു അനുഗ്രഹം. 6. സ്കാപ്പുലറിന്റെ ഫലങ്ങളിൽ ആത്മവിശ്വാസം പുലർത്തുക. സ്കാപ്പുലർ ഉപയോഗിക്കുന്നതിലൂടെയാണ് ഏറ്റവും വലിയ കൃപ ലഭിക്കുന്നത്, എന്നാൽ ഈ കൃപകൾ ഉപയോക്താവിന് എന്നിലുള്ള ആത്മവിശ്വാസത്തിന്റെ അളവിന് നേർ അനുപാതത്തിലാണ് വരുന്നത്. വാഗ്ദാനങ്ങൾ, പ്രയോജനങ്ങൾ: 1. വിശ്വാസമില്ലാത്തവരുടെ പരിവർത്തനം. 2. വിശ്വാസം നഷ്ടപ്പെട്ടവർക്കോ വഴിതെറ്റിപ്പോയവർക്കോ വേണ്ടി സഭയുമായുള്ള അനുരഞ്ജനം. 3. സന്തോഷകരമായ മരണം ഉറപ്പാക്കൽ. 4. സഭയിൽ ഇതിനകമുള്ളവർക്ക് വിശ്വാസം ശക്തിപ്പെടുത്തൽ. 5. സ്കാപ്പുലർ ധരിക്കുന്നവർക്കോ പ്രോത്സാഹിപ്പിക്കുന്നവർക്കോ സാത്താനിൽ നിന്നുള്ള സംരക്ഷണം. നിത്യസമർപ്പണ പ്രാർത്ഥന. ഓ പരമകാരുണികനായ പിതാവേ, ഇന്ന് എന്റെ ജീവിതം മുഴുവൻ അങ്ങയുടെ പുത്രന്റെ ഏറ്റവും പരിശുദ്ധമായ ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ സ്നേഹപ്രവൃത്തി സ്വീകരിക്കണമെന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട പിതാവേ, ഞാനിത് ഒറ്റക്കല്ല, മറിച്ച് പച്ച സ്കാപ്പുലറിന്റെ രാജ്ഞിയായ മറിയയുടെ വിമല ഹൃദയത്തിലൂടെയാണ് ചെയ്യുന്നത്. അങ്ങയുടെ പുത്രന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ, അവിടുത്തെ വേദനാജനകമായ മരണം വരെ, 7 ദുഃഖങ്ങളാൽ തുളച്ചുകയറുന്ന അവളുടെ ഹൃദയത്തോടെ, അങ്ങയുടെ ദിവ്യപുത്രനായ യേശുവിനെ സ്നേഹിക്കാൻ തീരുമാനിക്കാത്തവർക്കായി അവൾ ദിവസവും കരയുന്നു. ഇന്നും നിരവധി ആത്മാക്കൾ തങ്ങളുടെ നിത്യത നരകത്തിൽ ചെലവഴിക്കാൻ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിലും, നമ്മുടെ ദൈവത്തെ, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അറിയാനും സ്നേഹിക്കാനും മറ്റുള്ളവരെ കൊണ്ടുവരാൻ നമ്മുടെ മധ്യസ്ഥതയ്ക്കായി അവൾ ആഗ്രഹിക്കുന്നു. സർവശക്തനായ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തെ ഏതെങ്കിലും വിധത്തിൽ സ്പർശിച്ച ഈ ആത്മാക്കളെയെല്ലാം അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും, അതെ ശത്രുക്കളെയും പോലും യേശുവിന്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ദിവ്യമഹത്വമായ അങ്ങയുടെ പുത്രനെ ഒന്നും നിരസിക്കില്ലെന്നും, ആത്മാക്കളുടെ രക്ഷയുടെ കാര്യത്തിൽ അങ്ങയുടെ പ്രിയപുത്രന് തന്റെ അമ്മയെ ഒന്നും നിരസിക്കാൻ കഴിയില്ലെന്നും ഞങ്ങൾക്കറിയാം. കരുണാമയനായ പിതാവേ, ഈ നിത്യസമർപ്പണ പ്രവൃത്തി ഞാൻ ഒരിക്കൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. പച്ച സ്കാപ്പുലറിൽ പേരുകൾ സ്ഥാപിച്ചിരിക്കുന്നവർക്ക് അതിന്റെ ഗുണങ്ങൾ പ്രയോഗിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ അങ്ങയുടെ പുത്രന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശരീരവും രക്തവും, ജപമാലകൾ, പ്രാർത്ഥനകൾ, സന്തോഷങ്ങൾ, ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ എന്നിവയോടൊപ്പം ഞങ്ങളുടെ ജീവിതാവസാനം വരെ കഴിഞ്ഞതും വർത്തമാനവുമായ എല്ലാ ദിവസവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഗ്രീൻ സ്കാപ്പുലറിന്റെ രാജ്ഞി തന്റെ ഗ്രീൻ സ്കാപ്പുലർ ധരിച്ചിരിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും അന്തിമ സ്ഥിരോത്സാഹത്തിന്റെ സമ്മാനം ഉറപ്പാക്കുന്നതുവരെ വിശ്രമിക്കില്ലെന്ന് ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടെ അറിയാം. നിത്യപിതാവേ, അങ്ങയിലേക്കുള്ള ആത്മീയ പരിവർത്തനത്തിനു മാത്രമല്ല, ഈ ഭൂമിയിൽ അങ്ങയുടെ പുത്രന്റെ ശാരീരിക രോഗശാന്തിയുടെ സമ്മാനം ആവശ്യമുള്ളവരുടെ ശാരീരിക രോഗശാന്തിക്കും വേണ്ടി അവൾ തന്റെ ദിവ്യപുത്രനെ ക്ഷണിക്കും. പരിശുദ്ധനായ കർത്താവേ, സർവശക്തനായ പിതാവേ, അങ്ങയുടെ ദിവ്യഹിതമാണെങ്കിൽ നരകീയ ശത്രുവിനെതിരായ ഈ പോരാട്ടത്തിൽ അങ്ങയുടെ പുത്രനെയും അവിടുത്തെ അമ്മയെയും ദിനംപ്രതി സേവിക്കാൻ എന്നെ അനുവദിക്കണമേ. അവിടെ അങ്ങയുടെ പുത്രന്റെ ദിവ്യകാരുണ്യത്തിന്റെ കൂട്ടായ്മയിൽ
ലോകം മുഴുവൻ അവളുടെ പച്ച സ്കാപ്പുലറിൽ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് ഇമ്മാക്കുലേറ്റ് ഹൃദയത്തിന്റെ രാജ്യം കൊണ്ടുവരാൻ കഴിയും. ആമേൻ. ദയവായി പോപ്പ് ബെനഡിക്റ്റിന്റെ ഉദ്ദേശ്യങ്ങൾക്കായി ഞങ്ങളുടെ പിതാവേ, മറിയമേ, മഹത്വം എന്ന പ്രാർത്ഥന ചൊല്ലുക. താഴെ പറയുന്ന പ്രാർത്ഥന ദിവസവും ചൊല്ലുക. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.